ഹലോ ഗായ്സ്, എന്നോട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ ഗൈസ്? എല്ലാവരും ഹാപ്പി ആയിട്ട് സേഫ് ആയിട്ടിരിക്കുന്നത് വിശ്വസിക്കുന്നു. ഞാനിവിടെ ഹാപ്പി ആയിട്ടിരിക്കുകയാണ്. ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അതായത് ഈ വരുന്ന ഏപ്രിൽ 12 ഒരു വലിയ സംഭവം നടക്കുകയാണ്. അതായത് ആ ഒരു ദിവസം പുതിയ ഞായറാഴ്ചയുമാണ്. അതുപോലെ തന്നെ ദൈവകരുണയുടെ തിരുനാൾ ആഘോഷിക്കുന്ന ദിവസമാണ്. 2000 ഏപ്രിൽ 30 ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ദൈവകരുണയുടെ തിരുനാൾ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. വിശുദ്ധ ഫൗസ്റ്റിന്റെ പുണ്യവതി ഡയറിയിൽ 1784 പാരഗ്രാഫിൽ ഇങ്ങനെ പറയുന്നുണ്ട്: ലോകത്തിലെ ഏറ്റവും വലിയ പാപിക്കും ഏറ്റവും വലിയ വിശുദ്ധനാകാൻ വേണ്ടിയിട്ട് എന്റെ കരുണയിൽ ശരണപ്പെട്ടാൽ മതിയെന്ന് ഈശോ പറയുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ദൈവകരുണയുടെ തിരുനാളിന്റെ അന്ന് നമ്മൾ മാക്സിമം എല്ലാവരും കുമ്പസാരിച്ചൊക്കെ ഒരുങ്ങി പരസ്യ കുർബാനയൊക്കെ സ്വീകരിക്കുകയാണെന്നുണ്ടെങ്കിൽ ദണ്ഡവിമോചനം കംപ്ലീറ്റ്ലി ലഭിക്കും. അതായത് നമ്മൾ ഇന്നേ വരെ ചെയ്തിട്ടുള്ള എല്ലാ പാപങ്ങൾക്കും കംപ്ലീറ്റ്ലി പാപമോചനവും അതുപോലെ തന്നെ കടങ്ങളുടെ പുറത്തുനിന്ന് ലഭിക്കുന്ന ദിവസമാണ്. നിങ്ങൾ മാക്സിമം പ്രയോജനപ്പെടുത്തുക. അതായത് ആ ഒരു ദിവസം നമ്മൾ നന്നായിട്ട് കുമ്പസാരിച്ചൊരുങ്ങി പരസ്യ കുർബാന സ്വീകരിച്ച് മാർപ്പാപ്പയുടെ നിയോഗപ്രകാരം ഒരു വിശ്വാസ പ്രമാണം, ഒരു സ്വർഗ്ഗസ്ഥനായ പിതാവും, ഒരു നന്മ നിറഞ്ഞ മറിയവും, ഒരു ദുരിതസ്തുതിയും ഇത് ചൊല്ലുക. അതിനുശേഷം നമ്മൾ ദൈവകരുണയുടെ ഛായാചിത്രം വണങ്ങുകയും ഈശോയെ ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു എന്ന് നമ്മൾ 33 തവണ പ്രാർത്ഥിക്കുകയും ചെയ്താൽ നമുക്ക് കംപ്ലീറ്റ്ലി പാപമോചനം ലഭിക്കും. അതുപോലെ തന്നെ പൂർണ്ണ ദണ്ഡവിമോചനവും ലഭിക്കുന്ന ദിവസമാണ്. അപ്പൊ നിങ്ങൾ മാക്സിമം പ്രയോജനപ്പെടുത്തുക. ഇതറിയാത്ത ഒരുപാട് പേരുണ്ടായിരിക്കും, അവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. 2002 ജൂൺ 29 ദൈവകരുണയുടെ തിരുനാളിന്റെ അന്ന് പൂർണ്ണ ദണ്ഡവിമോചനം ലഭിക്കുന്നതായിട്ട് തിരുസഭ പ്രഖ്യാപിച്ചത്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു ദിവസം നന്നായിട്ട് പ്രാർത്ഥിച്ചൊരുങ്ങുന്ന ആത്മാക്കൾക്ക് പൂർണ്ണ ദണ്ഡവിമോചനം ലഭിക്കുന്നതാണ്. പൂർണ്ണ ദണ്ഡവിമോചനം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൂർണ്ണ പാപമോചനമാണ്. നമ്മൾ കുഞ്ഞുങ്ങളായിട്ട് ഭൂമിയിൽ ജനിച്ചതിന് ശേഷം നമ്മൾ മാമോദിസ സ്വീകരിക്കത്തില്ലേ? മാമോദിസ സ്വീകരിക്കുമ്പോഴുള്ള ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ? നമുക്ക് ജന്മപാപം കംപ്ലീറ്റ്ലി മാറി നമുക്ക് പൂർണ്ണ ദണ്ഡവിമോചനം കിട്ടുകയാണ് ചെയ്യുന്നത്. നമ്മൾ ഏറ്റവും പ്യൂറസ്റ്റ് ഫോം ഓഫ് ഒരു ഹ്യൂമൻ ബീങ് ആയിട്ടാണ് നമ്മൾ മാമോദിസ കഴിയുമ്പോൾ നമ്മൾ ആവുന്നത്. അപ്പൊ ഈ ഒരു മാമോദിസയ്ക്ക് ശേഷം നമ്മൾ വലുതായി കഴിയുമ്പോൾ ഒരുപാട് പേരും പാപങ്ങളൊക്കെ ചെയ്ത്, നമുക്ക് എല്ലാവർക്കും ബലഹീനതകളുണ്ട് അല്ലെ? അപ്പൊ നമ്മളൊക്കെ പാപങ്ങളൊക്കെ ചെയ്ത് ചെറുതാണെങ്കിലും വലുതാണെങ്കിലും ചെയ്ത് ഒരുപാട് കറകളൊക്കെ നമ്മുടെ ആത്മാവിൽ ഉണ്ടായിരിക്കും. ഈ ഏപ്രിൽ 12 വെച്ചിട്ടുണ്ടെങ്കിൽ പൂർണ്ണ ദണ്ഡവിമോചനവും അതുപോലെ തന്നെ കടങ്ങളുടെ പുറത്തും കിട്ടുന്ന ദിവസമാണ്. നമ്മുടെ ആത്മാവിലുള്ള ആ ഒരു കറകളൊക്കെ മാറ്റാനുള്ള ഒരു അവസരമാണ്. നമുക്ക് ആർക്കും അറിയത്തില്ല നമ്മൾ നാളെ ഉണ്ടാകുമില്ല, നമുക്ക് ആർക്കും അറിയത്തില്ല അല്ലേ? അപ്പൊ അതുകൊണ്ട് നിങ്ങൾ മാക്സിമം പ്രയോജനപ്പെടുത്തുക. അറിയാത്തവർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി നമുക്ക് ഇനിയും കിട്ടുമെന്ന് അറിയത്തില്ല. അതുകൊണ്ട് നിങ്ങൾ മാക്സിമം പ്രയോജനപ്പെടുത്തുക. ദുഃഖവെള്ളിയാഴ്ച തുടങ്ങിയിട്ട് 9 ദിവസത്തേക്ക് ദൈവകരുണയുടെ നൊവേന ചൊല്ലി പ്രാർത്ഥിക്കണം എന്നാണ് പറയാറ്. പക്ഷേ നമുക്കറിയാം ദുഃഖവെള്ളിയാഴ്ച കഴിഞ്ഞപ്പോൾ 2 ദിവസമായി. പക്ഷെ സാരമില്ല, ഇന്ന് തുടങ്ങിയിട്ടാണെങ്കിൽ നിങ്ങൾ ചൊല്ലിയാൽ മതി. ദൈവകരുണയുടെ നൊവേന എന്ന് യൂട്യൂബിൽ അടിച്ചു കൊടുത്താൽ കിട്ടും. സോ അത് ചൊല്ലിയാൽ മതി. നമ്മൾ അങ്ങനെ ചൊല്ലുമ്പോൾ ഒരുപാട് ആത്മാക്കൾ രക്ഷപ്പെടുന്നുണ്ട് നമ്മുടെ പ്രാർത്ഥന വഴി. അതുപോലെ തന്നെ ഈ ഒരു 9 ദിവസം ചൊല്ലി ഏപ്രിൽ 12 അന്ന് നമ്മൾ, അല്ലെങ്കിൽ തലേന്നാണെങ്കിലും നമ്മൾ നന്നായിട്ട് കുമ്പസാരിച്ചൊരുങ്ങുക. നമ്മൾ ഇന്നേ വരെ ചെയ്തിട്ടുള്ള എല്ലാ പാപങ്ങളും ലിസ്റ്റ് ചെയ്യുക. ലിസ്റ്റ് അനുസരിച്ചിട്ട് നമ്മൾ കുമ്പസാരിച്ചൊരുങ്ങുക. അതിനുശേഷം നമ്മൾ പരസ്യ കുർബാന സ്വീകരിച്ചതിന് ശേഷം മാർപ്പാപ്പയുടെ നിയോഗപ്രകാരം ഒരു വിശ്വാസ പ്രമാണം, ഒരു സ്വർഗ്ഗസ്ഥനായ പിതാവ്, ഒരു നന്മ നിറഞ്ഞ മറിയമേ, ഒരു ദുരിതസ്തുതി. അപ്പൊ ഇത്രയും ചൊല്ലുക. അതിനുശേഷം ഞാൻ പറഞ്ഞ പോലെ ഈശോയുടെ കരുണയുടെ ഛായാചിത്രം വണങ്ങി 33 തവണ ഈശോയെ ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു എന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമുക്ക് പൂർണ്ണ ദണ്ഡവിമോചനം കിട്ടുകയാണ് ചെയ്യുന്നത്. ഈ ഒരു ദിവസം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദൈവകരുണയുടെ വറ്റാത്ത നീരുറവ തുറക്കുന്ന ദിവസമാണ്. അതുപോലെ തന്നെ ദൈവപ്രസാദത്തിന്റെ കൃപകൾ തുറക്കുന്ന ദിവസമാണ്. അപ്പൊ നിങ്ങൾ മാക്സിമം പ്രയോജനപ്പെടുത്തുക. ഒരുപാട് കൃപകളും അതുപോലെ തന്നെ ഒരുപാട് ദൈവാനുഗ്രഹങ്ങളും ഒരുമിച്ച് കിട്ടുന്ന ദിവസമാണ്. അപ്പൊ ഇങ്ങനെ ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി നമുക്ക് ഇനി കിട്ടുമോ നമുക്ക് ആർക്കും അറിയത്തില്ല. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത്, നിങ്ങൾ മാക്സിമം ആളുകൾക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്കിടയിൽ ഒരുപാട് പേരുണ്ടായിരിക്കും, ഷോ ഞാനത് ചെയ്തു പോയല്ലോ, എനിക്കത് പറ്റിപ്പോയി, ഇനി എന്താ ചെയ്യുക, ഇനിയൊരു മോക്ഷമില്ലേ എന്ന് ചിന്തിക്കുന്ന ഒരുപാട് പേരുണ്ടായിരിക്കും. പക്ഷേ ഇതൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ്. നിങ്ങൾ എന്ത് പാപം ചെയ്തിട്ടുണ്ടെങ്കിലും സാരമില്ല, ഈശോയുടെ കരുണ അതിനൊക്കെ പൊതിയുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു ദിവസം നിങ്ങൾ മാക്സിമം പ്രയോജനപ്പെടുത്തുക. കുമ്പസാരിച്ചൊരുങ്ങുക, പരസ്യ കുർബാന സ്വീകരിക്കുക, ഈ ഒരു ദൈവകരുണയിൽ ആശ്രയിക്കുക. നമുക്ക് പൂർണ്ണ ദണ്ഡവിമോചനം കിട്ടുന്നത് വഴി നമ്മൾ വീണ്ടും പുതിയ സൃഷ്ടിയാവുകയാണ് ചെയ്യുന്നത്. ഒരു പാപവും ചെയ്യാത്ത ഒരു പ്യൂറസ്റ്റ് ഹ്യൂമൻ ബീങ് ആയിട്ട് നമുക്ക് പുറത്തു വരാൻ പറ്റുന്ന ദിവസമാണ്. അപ്പൊ നിങ്ങൾ എന്തായാലും പ്രയോജനപ്പെടുത്തുക. അപ്പൊ നിങ്ങൾ ആരെങ്കിലും നല്ലൊരു ഹ്യൂമൻ ബീങ് ആയിട്ട് ജീവിക്കണം, വിശുദ്ധരായിട്ട് ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു ദിവസം മാക്സിമം പ്രയോജനപ്പെടുത്തുക. നമ്മൾ ഈ ഒരു ദിവസം ഇത്രയും പ്രാർത്ഥിച്ചൊരുങ്ങി നമ്മൾ പരസ്യ കുർബാനയൊക്കെ സ്വീകരിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് പൂർണ്ണ ദണ്ഡവിമോചനവും അതുപോലെ തന്നെ കടങ്ങളുടെ പുറത്തേയും കിട്ടുന്നത് കൊണ്ട് തന്നെ നമുക്ക് സ്വർഗ്ഗത്തിൽ ഡയറക്റ്റ് എൻട്രി കിട്ടും എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്ലസ് പോയിന്റ്. കാരണം അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് വേറെ വഴികളൊക്കെ ഉണ്ടായിരിക്കും. ഒന്നെങ്കിൽ നരകത്തിൽ പോകേണ്ടി വരും, അല്ലെങ്കിൽ ശുദ്ധീകരണ സ്ഥലത്ത് കിടക്കേണ്ടി വരും ഒരുപാട് നാള്. വിശുദ്ധ ഫൗസ്റ്റിന്റെ പുണ്യവതിയാണെങ്കിൽ സ്വർഗവും നരകവും അതുപോലെ തന്നെ ശുദ്ധീകരണ സ്ഥലം കണ്ടൊരു വ്യക്തിയാണ്. ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഈശോ കാണിച്ചു കൊടുത്തൊരു വ്യക്തിയാണ്. വിശുദ്ധ ഫൗസ്റ്റിന്റെ ഡയറി നോക്കിക്കഴിഞ്ഞാൽ കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഒരുപാട് വൈദികരും അതുപോലെ തന്നെ സന്യസ്തരൊക്കെ ശുദ്ധീകരണ സ്ഥലത്ത് ഇപ്പോഴും കിടക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നരകത്തിൽ പോയവർ വരെ കുറെ പേരുണ്ട്. നമുക്ക് അറിയത്തില്ല നമ്മളുടെയൊക്കെ സാഹചര്യം എന്തായിരിക്കും, നമ്മളൊക്കെ എവിടെയായിരിക്കും വിധിക്കപ്പെടുന്നത്, നമുക്ക് ആർക്കും അറിയത്തില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ മാക്സിമം ഈ ഒരു ദിവസം പ്രയോജനപ്പെടുത്തുക. നമ്മൾ എത്ര പാപം ചെയ്തിട്ടുള്ളവരാണെങ്കിലും പശ്ചാത്തപിച്ച് പാപങ്ങൾ ഉപേക്ഷിച്ച് പരസ്യ കുർബാന സ്വീകരിച്ച് ആ ഒരു ദിവസം കുമ്പസാരിച്ച് ഒരുങ്ങിക്കഴിഞ്ഞാൽ
നമ്മളൊക്കെ ബലഹീനരായിരിക്കും, നമുക്കൊക്കെ കുറവുകൾ ഉണ്ടായിരിക്കും. പക്ഷേ നമുക്ക് പറ്റിപ്പോയൊരു കുറ്റത്തിന്റെ പേരിൽ നമ്മൾ വീണ്ടും വീണ്ടും നമ്മൾ ഇതിനെ പഴിച്ചു ജീവിക്കേണ്ട കാര്യമില്ല. അത് പറ്റിപ്പോയത് അത് പോട്ടെ എന്ന് വെക്കുക. ഈ ഒരു ദിവസം, ഈ ഒരു ഏപ്രിൽ 12 എന്ന ദിവസം നിങ്ങൾ മാക്സിമം പ്രയോജനപ്പെടുത്തുക. കുമ്പസാരിച്ചൊരുങ്ങുക, പരസ്യകുർബാന സ്വീകരിക്കുക. അതുപോലെ തന്നെ ഈശോയുടെ ഛായാചിത്രം വണങ്ങുക. ഛായാചിത്രം വണങ്ങി 33 തവണ ഈശോ ഞങ്ങൾ ശരണപ്പെടുന്നു എന്ന് പ്രാർത്ഥിക്കുക. നമുക്ക് പൂർണ്ണ ദണ്ഡവിമോചനം കിട്ടുന്ന ദിവസമാണ്. നമ്മൾ വീണ്ടും ഒരു പ്യുവറസ്റ്റ് ഫോം ഓഫ് സൃഷ്ടിയായിട്ട് പുറത്തു വരുവാണ്. അപ്പൊ എന്തായാലും നിങ്ങൾ ഒരിക്കലും മിസ്സാക്കി കളയരുത് ഈ ഒരു ഓപ്പർച്യൂണിറ്റി. നമ്മൾ 9 ദിവസം ദൈവകരുണയുടെ നോവേന ചൊല്ലി പ്രാർത്ഥിക്കണമെന്നാണ് പറയുന്നത്. ദുഃഖവെള്ളിയാഴ്ച തുടങ്ങിയിട്ടാണ് ചൊല്ലേണ്ടത്. എനിക്കറിയാം ദുഃഖവെള്ളിയാഴ്ചയൊക്കെ കഴിഞ്ഞു പോയി. പക്ഷെ നമുക്ക് ഇന്ന് തുടങ്ങിയിട്ടാണെങ്കിലും ചൊല്ലാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. മാക്സിമം പറ്റുന്നവർ ചൊല്ലാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ ഏപ്രിൽ 12 ആ ഡേറ്റ് മറന്നു പോകരുത്. ആ ഒരു ദിവസം നിങ്ങൾ മാക്സിമം എല്ലാവരും തന്നെ കുമ്പസാരിച്ചൊരുങ്ങുക, പരസ്യകുർബാന സ്വീകരിക്കുക. ഞാൻ ഈ പറഞ്ഞ പോലെ കാര്യങ്ങൾ ചെയ്യുക. ഒരുപാട് കൃപകൾ ലഭിക്കുന്ന വർഷമാണ് ഈ ഒരു വർഷം. അതുപോലെ തന്നെ ഒരുപാട് ദൈവാനുഗ്രഹങ്ങളും കിട്ടുന്ന വർഷമാണ്. നമുക്ക് എല്ലാവർക്കും ഒരു വിശുദ്ധനോ വിശുദ്ധയൊക്കെ ആയിട്ട് ജീവിക്കാൻ വേണ്ടി ശ്രമിച്ചു നോക്കാം. അപ്പൊ അത്രയുള്ള ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലീസ് റിലേറ്റീവ്സിനൊക്കെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്നുള്ള കാര്യം ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കുക. അപ്പൊ ഒരു കിടിലൻ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ടാറ്റ, ടേക്ക് കെയർ, ആൻഡ് ദിസ് സന്നു സൈനിങ് ഓഫ്.